ആട്ട് സാത് പ്രേരക് പ്രസംഗ്. ഞാൻ പറഞ്ഞു പ്രചോദനപരമായ സംഭവങ്ങൾ. ഓക്കെ, ടൈറ്റിലിന്റെ അർത്ഥം. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ രണ്ട് മഹത് വ്യക്തികളുടെ കാര്യമാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരെണ്ണം ആരായിരുന്നു? നമ്മളുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം. സെക്കൻഡ് വൺ ഈസ് മദർ തെരേസ. ഓക്കെ, ഇവരുടെ കുട്ടിക്കാലത്തുണ്ടായ രണ്ട് സംഭവങ്ങൾ അതാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. എല്ലാരും നോക്കിയിരിക്കുക. പാഠ് സാത് പ്രേരക് പ്രസംഗ്. നിങ്ങൾ ടെക്സ്റ്റ് എല്ലാം ഇവിടെ നോക്കിയിരുന്നേ, എന്താണ് സ്ക്രീനിൽ നോക്കിയിരുന്നേ. ഞാൻ പറയുമ്പോൾ അർത്ഥം എഴുതാൻ മാത്രം നിങ്ങൾ ബുക്കിൽ എടുക്കുക, അല്ലാത്ത സമയം ഇവിടെ സ്ക്രീനിൽ നോക്കിയിരിക്കുക. ഓക്കെ, സോ പെഹലി കമായി. പെഹലി കമായിയുടെ അർത്ഥം എന്താണ്? ഫസ്റ്റ് സാലറി, ഫസ്റ്റ് ഏർണിംഗ്. ഓക്കെ, പെഹലി കമായി, ആദ്യത്തെ ശമ്പളം. അബ്ദുൽ കലാമിന്റെ ആണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. बहुत नुकसान हो गया, समुद्र में आया भयानक तूफान, हमारी सारे नावें नावें बहाकर ले गया. अब्दुल के पिता ने अपनी परेशानी बांटते हुए अपनी पत्नी से कहा, अम्मा अब्बा की परेशानी जानकर नन्हा अब्दुल भी परेशान हो गया. तो इविടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഇത്രയല്ലേ പഠിച്ചോളൂ? യെസ്, ഓക്കെ. സോ അമ്മയും എന്താണ് നമ്മുടെ അബ്ദുൽ കലാമിന്റെ എന്താണ് അച്ഛന്റെ, അവര് മീൻപിടുത്തക്കാരാണ് അബ്ദുൽ കലാമിന്റെ അച്ഛൻ. സോ അവരുടെ എന്താണ് വള്ളങ്ങളെല്ലാം എന്താണ് കടലില് ഒഴുകിപ്പോയി. ഭയങ്കരമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റ്, തൂഫാൻ മത്ലബ് സ്റ്റോം, കൊടുങ്കാറ്റ് വന്നിട്ട് അവരുടെ വള്ളങ്ങളെല്ലാം ഒഴുക്കിക്കൊണ്ട് പോയി. സോ അബ്ദുൽ കലാമിന്റെ അച്ഛൻ അബ്ദുൽ കലാമിന്റെ അമ്മയോട് ഈ കാര്യം പറയുന്നത് എന്താണ്? അബ്ദുൽ കലാം കേട്ടിട്ട് അബ്ദുൽ കലാം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി അല്ലെ, പരിശാൻ നോക്കിയ, ഭയങ്കരമായിട്ട് വിഷമിച്ചു. ഈ കാര്യം കേട്ടിട്ട് ഭയങ്കരമായിട്ട് അബ്ദുൽ കലാമും പരിശാൻ ഹോഗയ. സോ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ക്യാ ഹുവ അബ്ദുൽ, തും ക്യാ സോച്ച്കർ പരേശാൻ ഹോ രഹേ ഹോ? അബ്ദുൽ के चचेरे भाई ने पूछा. चचेरे भाई मतलब कसिन ब्रदर. ഓക്കെ, കസിൻ ബ്രദർ എന്താണ് അബ്ദുൾ ഭയങ്കര സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് അബ്ദുൽ കലാമിനോട് ചോദിച്ചു, ക്യാ ഹുവ അബ്ദുൾ, എന്ത് പറ്റി അബ്ദുൾ, നീ എന്ത് ചിന്തിച്ചോണ്ടാണ് ഇത്ര വിഷമിച്ചോണ്ടിരിക്കുന്നത്? തും ക്യാ സോച്ച്കർ പരീശാൻ ഹോ രഹേ ഹോ? കിസ്നെ പൂച്ച? അബ്ദുൾ കെ ചച്ചേരെ ഭായിനെ പൂച്ച. അബ്ദുളിന്റെ കസിൻ ബ്രദർ ചോദിച്ചു, എന്താണ് നീ ഇത്ര വിഷമിച്ചിരിക്കുന്നത്? സോ അബ്ദുൾ ने कहा, आप तो जानते हैं कि तूफान के कारण अब्बा का अच्छा भला कारोबार ठप हो गया. अच्छा छोड़े और ये बताए आप कैसे हैं? ओके, सो अब्दुल എന്ത് മറുപടി പറഞ്ഞു? താങ്കൾക്ക് അറിയാമല്ലോ, आप तो जानते हैं कि तूफान के कारण अब्बा का अच्छा भला कारोबार ठप हो गया. സോ കൊടുങ്കാറ്റ് വന്നതുകൊണ്ട് വള്ളങ്ങളെല്ലാം ഒഴുക്കിക്കൊണ്ട് പോയി. സോ എന്റെ അച്ഛന്റെ, അബ്ബ മത്ലബ് ഫാദർ എന്നാണ് അർത്ഥം. മുസ്ലിംസ് അബ്ബ എന്ന് വിളിക്കും. ഓക്കെ, സോ എന്റെ ഫാദറിന്റെ അച്ഛാ ഭല കാരോബാർ, നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ബിസിനസ്. കാരോബാർ മത്ലബ് വ്യവസായം, ബിസിനസ്. ഓക്കെ, അച്ഛാ ഭല കാരോബാർ ठप हो गया. ठप हो गया എന്ന് പറഞ്ഞാൽ നഷ്ടമായി, ലോസ് ആയി. ഓക്കെ, നഷ്ടപ്പെട്ടു. ക്ലോസ് ഹോ ഗയ, ബന്ദ് ഹോ ഗയ. ഓക്കെ, നഷ്ടപ്പെട്ട് എന്താണ്, ആ കൊടുങ്കാറ്റ് വന്നിട്ട് തന്റെ അച്ഛന്റെ വള്ളം മുഴുവൻ ഒഴുക്കിക്കൊണ്ടുപോയി. സോ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന വ്യവസായം, ബിസിനസ്, തൊഴിൽ. ഓക്കെ, ഇതൊക്കെ അർത്ഥമുണ്ട് കാരോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ठप हो गया, നിന്നുപോയി. ठप होना मतलब ക്ലോസ് ആയി, ബന്ദ് ഹോ ഗയ. ഓക്കെ, अच्छा छोड़े और ये बताए आप कैसे हैं? ശരി, അതെല്ലാം വിട്ടേക്കൂ, പറയൂ ഹൗ ആർ യു എന്ന ചച്ചേരെ ഭായിയോട് ചോദിക്കുകയാണ്. താങ്കൾക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. സോ ചച്ചേരെ ഭായിനെ ബത്തായ, ക്യാ ബത്തായ? ആജ്കൽ മേ ഭി ബഹുത് പരിശാൻ ഹൂ. ഈ അടുത്ത കാലത്തായിട്ട് ഞാനും വളരെയധികം വിഷമിതനാണ്, ഡിസ്റ്റർബ്ഡ് ആണ്. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. എന്താണ് റീസൺ? तुम तो जानते ही हो कि दूसरा विश्व युद्ध छिड़ा हुआ है. रेलवे स्टेशन पर गाड़ियों का ठहरना बंद हो गया है. अखबारों के बंडल
ट्रेन से गिरा दिए जाते हैं, അബ്ദുൾ കെ ചച്ചേരെ ഭായിനെ കഹ. എന്തുകൊണ്ടാണ് അബ്ദുൽ കലാമിന്റെ എന്താണ് കസിൻ ബ്രദർ എന്താണ് വിഷമിച്ചുകൊണ്ടിരുന്നത്? ദൂസറ വിശ്വയുദ്ധ ചിടാ ഹുവാ ഹേ, സെക്കൻഡ് വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ചിടാ ഹുവ മത്ലബ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, രണ്ട് എന്താണ് ലോകമഹായുദ്ധങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇവരുടെ ആ സമയത്ത് രണ്ടാം വിശ്വയുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? റെയിൽവേ സ്റ്റേഷൻ പർ ഗാഡിയോ കാ ടെഹർന ബന്ദ് ഹോ ഗയാ ഹേ. സോ സ്റ്റേഷനുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ നിൽക്കുന്നില്ല. എന്താണ് ഈ ചച്ചേരെ ഭായി ന്യൂസ് പേപ്പറിന്റെ തൊഴിലാണ് ചെയ്തുകൊണ്ടിരുന്നത്, പത്രങ്ങളുടെ, ദിനപത്രങ്ങളുടെ തൊഴിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പണ്ട് കാലത്തൊക്കെ ട്രെയിനിലാണ് എന്താണ് അന്നന്ന ദിവസത്തെ പേപ്പറുകളൊക്കെ വന്ന് ഓരോരോ സ്റ്റേഷനിൽ നിർത്തി അവിടെയാണ് ഇറക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയതിനെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ നിർത്തുന്നില്ല. ഓക്കെ, വിട്ടു പോവാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോരോ സ്റ്റേഷനിൽ എത്തുമ്പോൾ ആ പത്രക്കെട്ടുകൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് വണ്ടി അങ്ങ് വിട്ടു പോവാണ് നിർത്താതെ. ഓക്കെ, സോ ഈ പത്രങ്ങൾ മുഴുവൻ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ അവർ വലിച്ചെറിയും, അല്ല ട്രെയിനിൽ നിന്ന് അവരിങ്ങനെ വലിച്ചെറിയും. അത് താഴെ മുഴുവൻ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. ओके, सो अखबारों के बंडल ट्रेन से गिरे दिए जाते हैं. അഖ്ബാരോ കെ ബണ്ടൽ, ബണ്ടൽ എന്ന് പറഞ്ഞാൽ ആ കെട്ട്, പത്രത്തിന്റെ കെട്ട് ഓരോരോ കെട്ടുകളാക്കി ഇവർക്ക് എന്താണ് ന്യൂസ് പേപ്പർ ഏജന്റ് ആയിട്ട് ഈ ഇദ്ദേഹം വർക്ക് ചെയ്യാണ്. ന്യൂസ് പേപ്പർ ഏജന്റ്സിന് ഈ റെയിൽവേ ട്രെയിനിൽ കൊണ്ടുവന്നിട്ട് പത്രക്കെട്ടുകൾ എന്താണ് അവിടെ രണ്ടാം ലോകമഹായുദ്ധം ആയതുകൊണ്ട് ട്രെയിൻ നിർത്താതെ സ്റ്റേഷൻ വരുമ്പോ അവിടെ നിന്ന് ജസ്റ്റ് അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് പോവാണ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഓ, ആപ്കോ ഉൻ ഗിരെ ബണ്ടലോ കോ ഉഠാനെ മേ പരിശാനി ഹോത്തി ഹോഗി നാ. സോ അബ്ദുൽ കലാം ചോദിച്ചു, ഓ അങ്ങനെ വലിച്ചെറിയുമ്പോൾ അതെല്ലാം എന്താണ് പെറുക്കിയെടുത്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടാകുമല്ലേ എന്ന് അബ്ദുൽ കലാം ചച്ചേരെ ഭായിയോട് ചോദിക്കുകയാണ്. സോ ചച്ചേരെ ഭായിനെ ക്യാ ബോലാ? ഉൻ ബണ്ടലോ കോ ഉഠാനെ മേ ക്യാ തും മേരി മദദ് കർ സക്തേ ഹോ? इसके बदले मैं तुम्हें कुछ रुपये दूंगा. സോ ചച്ചേരെ ഭായി അബ്ദുൽ കലാമിനോട് ചോദിച്ചു, ആ വലിച്ചെറിയപ്പെടുന്ന ആ ബണ്ടിൽ, ആ പത്രക്കെട്ടുകൾ എടുക്കാൻ എന്നെ നീ സഹായിക്കുമോ? ഓക്കെ, അങ്ങനെ ചെയ്താൽ നിനക്ക് ഞാൻ മാസാവസാനം കുറച്ച് പൈസ തരാം, നീ ചെയ്യുന്ന ജോലിക്ക് കുറച്ച് പൈസ തരാം എന്ന് ചച്ചേരെ ഭായി അബ്ദുൽ കലാമിനോട് പറയാണ്. സോ അബ്ദുൽ കലാം എന്ത് പറഞ്ഞു? ഹാ മേ തയ്യാർ ഹൂ, ഉൻ റുപ്പയോ സേ മേ അബ്ബാ കി മദദ് ഭി കർ പാഊംഗ, അബ്ദുളിനെ കഹാ. അപ്പൊ അബ്ദുൾ പറഞ്ഞു, ഓക്കെ ഞാൻ റെഡിയാണ്, എനിക്ക് അങ്ങനെ പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അച്ഛനെ എനിക്ക് സഹായിക്കാനും പറ്റും. മദദ് കർണ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാനും പറ്റും അല്ലെ. ഇപ്പം അബ്ബയുടെ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ എനിക്ക് കുറച്ച് പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഫാദറിനെ ഹെൽപ്പ് ചെയ്യാനും സാധിക്കും എന്ന് പറഞ്ഞ് അബ്ദുൾ ഓക്കെ പറഞ്ഞു. अब्दुल अब रोज स्टेशन से अखबार के बंडल इकट्ठे करने और बेचने में चचेरे भाई की मदद करता. ഓക്കെ, സോ അന്ന് തൊട്ട് എന്ത് ചെയ്തു? അബ്ദുൽ കലാം സ്റ്റേഷനിൽ നിന്ന് അഖ്ബാർ കെ ബണ്ടൽ, പത്രക്കെട്ടുകൾ, ഇഖട്ടെ കർണ മത്ലബ് ഒരുമിച്ചാക്കുക, സോർട്ട് ഔട്ട് ചെയ്യുക. ഓക്കെ, ഒരുമിച്ചാക്കി, എല്ലാം കൂടെ പെറുക്കിയെടുത്ത് ഒരുമിച്ചാക്കി. ഓക്കെ, എന്നിട്ട് ഓർ ബേച്ച്നെ മേ, ഓർ എന്നിട്ട് അതെല്ലാം പെറുക്കിയെടുത്ത് പത്രങ്ങൾ വിൽക്കുന്നതിലും, ബേച്ച്ന മത്ലബ് ടു സെൽ, വിൽക്കുന്നതിലും ചച്ചേരെ ഭായിയുടെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ജൽദ് ഹി വഹ് ദിൻ ആയാ ജോ അബ്ദുൾ കെ ലിയെ ബാക്കി ദിനോ സേ അലഗ് ഓർ ഖാസ് താ. അങ്ങനെ കുറെ ദിവസങ്ങൾ പോയി, അവസാനം ആ ദിവസം വന്നെത്തി. എന്താണ്? സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം. അലഗ് ഓർ ഖാസ് താ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളതും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളതും. അലഗ് മത്ലബ് ഡിഫറെന്റ്, ഖാസ് മത്ലബ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം വന്നെത്തി. എന്ത് ദിവസമാണ്? ഏത് ദിവസമാണ്? ചച്ചേരെ ഭായിനെ അബ്ദുൾ കോ ബുലായ ഓർ ഉസേ ഉസ്കി പെഹലി തൻഖ്വാ ദി. ഓക്കെ, ചെയ്ത ജോലിക്ക് എന്താണ് കുറെ ദിവസങ്ങൾ, മാസം അവസാനമായപ്പോൾ ചച്ചേരെ ഭായി അബ്ദുളിനെ വിളിച്ച് അബ്ദുളിന്റെ ജീവിതത്തിലെ ആദ്യത്തെ സമ്പാദ്യം, തൻഖ്വാ, ശമ്പളം നൽകി. ഓക്കെ, സോ തൻഖ്വാ ലേക്കർ ജബ് അബ്ദുൾ അപ്നെ അബ്ബാ കെ പാസ് ഗയാ तो वह बहुत खुश हुए. സോ ഈ ആദ്യം തനിക്ക് കിട്ടിയ ഈ ശമ്പളവും കൊണ്ട് അബ്ദുൽ കലാം നേരെ തന്റെ അച്ഛന്റെ അടുത്തെത്തി. അച്ഛന് വളരെയധികം സന്തോഷമായി കണ്ടപ്പോൾ. ഓക്കെ, സോ ഉൻഹോനെ അബ്ദുൾ की मेहनत और ईमानदारी की तारीफ की.
സോ അദ്ദേഹത്തിന്റെ അച്ഛൻ അബ്ദുൽ കലാമിന്റെ മെഹനത്ത് മത്ലബ് പരിശ്രമം. ഓക്കെ, സോ പരിശ്രമത്തിന്റെയും കഠിനാധ്വാനം, ഓക്കെ, കഠിനാധ്വാനം അല്ലെങ്കിൽ എഫേർട്ട് മെഹനത്തിന്റെ അർത്ഥമാണ്. ഓക്കെ, ഓർ ഈമാൻദാരി എന്ന് പറഞ്ഞാൽ സത്യസന്ധത അല്ലെ. നേരെ ചൊവ്വേ ജോലി ചെയ്തിട്ടാണ് പൈസ സമ്പാദിച്ചത് അല്ലെ. അപ്പോൾ കഠിനാധ്വാനം ചെയ്തു, സത്യസന്ധമായിട്ട് ജോലി ചെയ്തു. ഓക്കെ, ഈമാൻദാരി മത്ലബ് സത്യസന്ധത. താരീഫ് കി മത്ലബ് പ്രശംസിച്ചു. ഓക്കെ, देन साथ ही काम करने की चिंता ना करते हुए अपना सारा ध्यान पढ़ाई पर लगाने के लिए कहा. പ്രശംസിച്ചു, അതിനുശേഷം എന്താ പറഞ്ഞത്? നീ പൈസ ജോലിയെ പറ്റി ഒന്നും ചിന്തിക്കാതെ പഠിത്തത്തിൽ നിന്റെ ശ്രദ്ധ ചെലുത്തൂ എന്ന് പറഞ്ഞു. കാരണം അവൻ കുട്ടിയായിരുന്നു അല്ലെ, അബ്ദുൽ കലാം കുട്ടിയായിരുന്നു. ജോലി ചെയ്യേണ്ട സമയമല്ല, പഠിക്കേണ്ട സമയമാണ്. അപ്പോൾ അബ്ദുൽ കലാമിന്റെ അച്ഛൻ പറഞ്ഞു, നീ ജോലിയെ പറ്റി ചിന്തിക്കാതെ പഠിത്തത്തിൽ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇസ് ബാലക് കാ പൂരാ നാം ഥാ അബ്ദുൽ പക്കീർ ജൈനലാബ്ദീൻ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഫുൾ നെയിം ആണ് എന്താണ്? അബ്ദുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. यही बालक आगे चलकर भारत के महान वैज्ञानिक और 11वें राष्ट्रपति बने. ഓക്കെ, ഈ ബാലനാണ് ഫ്യൂച്ചറിൽ ഭാരതത്തിന്റെ പ്രശസ്തനായ സയന്റിസ്റ്റ്, ഒരു സ്പേസ് സയന്റിസ്റ്റ് ആയിരുന്നു അബ്ദുൽ കലാം അല്ലെ. പിന്നെ 11ാമത്തെ, ഓക്കെ, 11th രാഷ്ട്രപതി, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, 11th പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും ആയത് ഈ ബാലനാണ്. ബാലന്റെ ഫുൾ നെയിം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അബ്ദുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇപ്പൊ കണ്ടത്. സത്യസന്ധനായിട്ടും കഠിനാധ്വാനത്തിലൂടെയും ജോലി ചെയ്ത് പണം സമ്പാദിച്ച് തന്റെ മാതാപിതാക്കളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നു ആ കുട്ടിക്ക് അല്ലെ, ചെറുപ്രായത്തിൽ. അതിനെയാണ് ഇവിടെ പറയുന്നത്. അതൊരു നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് അല്ലെ. നമ്മളെല്ലാവരും ചെറുപ്പകാലത്തിലെ കഠിനാധ്വാനം ചെയ്യണം, സത്യസന്ധരായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? ചെറുപ്രായത്തിൽ നിങ്ങളുടെയൊക്കെ ഡ്യൂട്ടി എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പഠിക്കാൻ വേണ്ടി നിങ്ങളെ സ്കൂളുകളിൽ ചേർത്ത് വിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? നിങ്ങളുടെ വർക്ക്, അതായത് നിങ്ങളുടെ പഠിത്തത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കഠിനാധ്വാനം ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ഈ സ്റ്റോറിയിലൂടെ പഠിക്കുന്നത് അല്ലെ. കാരണം അബ്ദുൽ കലാം ചെറുപ്രായത്തിലെ സത്യസന്ധനായിട്ട് തന്റെ മാതാപിതാക്കളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, പണത്തിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മാതാപിതാക്കളെ സഹായിക്കണം എന്നൊരു ചിന്ത ആ ബാലനിൽ ഉണ്ടായി. ഓക്കെ, സോ സത്യസന്ധമായിട്ടുള്ള ജോലി ചെയ്തു, നല്ല ഒരു ജോലി ചെയ്തു അല്ലെ. താൻ ജോലി ചെയ്ത് പണം സമ്പാദിച്ച് മാതാപിതാക്കളെ ഹെൽപ്പ് ചെയ്യാൻ പോയി. ഓക്കെ, സോ എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമായി, നീ പണം സമ്പാദിച്ച് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. പക്ഷെ നിന്റെ ഡ്യൂട്ടി ഇപ്പോൾ, നീ കുട്ടിയാണ്, നിന്റെ ഡ്യൂട്ടി ഇപ്പോൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതില് കോൺസെൻട്രേറ്റ് ചെയ്യൂ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ്, ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ഒരു മീൻപിടുത്തമായിരുന്നു അവരുടെ ജോലി. ഓക്കെ, വളരെ പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. എന്നിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ പരമോന്നത ഏറ്റവും ഹയർ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് അല്ലെ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ആ ലെവൽ വരെ എത്താൻ സാധിച്ചു. എങ്ങനെയാണ്? തന്റെ കഠിനാധ്വാനത്തിലൂടെ. ഓക്കെ, അത് നമ്മൾക്കൊരു ഇൻസ്പയറിംഗ് അല്ലേ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലെ, നമ്മൾക്കൊരു പ്രചോദനപരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അല്ലെ. നിങ്ങൾക്കൊക്കെ ഇനി നിങ്ങൾക്കൊക്കെ ഇനി ഒരുപാട് ദൂരം മുമ്പോട്ട് പോകാനുള്ള, അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മളിപ്പോ കണ്ടത്. ഓക്കെ, ഇതുപോലുള്ള കഥകളൊക്കെ പഠിക്കുമ്പോൾ അതിൽ നിന്നുള്ള നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. മനസ്സിലായല്ലോ? ഇപ്പൊ സ്റ്റോറി മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്?
ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ സ്റ്റോറി. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ സമയം ഓൾമോസ്റ്റ് തീരാറായി. ഞാൻ ആദ്യം തൊട്ട് ഒന്നുകൂടെ വായിക്കുക. അർത്ഥം വേർഡ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇടാതെ നോക്കി എഴുതുക. ഓക്കെ, എല്ലാരും നോക്കിയിരുന്നേ. पहली कमाई, बहुत नुकसान हो गया, समुद्र में आया भयानक तूफान, हमारी सारी नावें बहाकर ले गया। अब्दुल के पिता ने अपनी परेशानी बांटते हुए अपनी पत्नी से कहा, अम्मा अब्बा की परेशानी जानकर नन्हा अब्दुल भी परेशान हो गया। क्या हुआ अब्दुल, तुम क्या सोचकर परेशान हो रहे हो? अब्दुल के चचेरे भाई ने पूछा। अब्दुल ने कहा, आप तो जानते हैं कि तूफान के कारण अब्बा का अच्छा भला कारोबार ठप हो गया। अच्छा छोड़े और ये बताए आप कैसे हैं? आजकल मैं भी बहुत परेशान हूँ। तुम तो जानते ही हो कि दूसरा विश्व युद्ध छिड़ा हुआ है। रेलवे स्टेशन पर गाड़ियों का ठहरना बंद हो गया है। अखबारों के बंडल ट्रेन से गिरे दिए जाते हैं। अब्दुल के चचेरे भाई ने कहा, ओ, आप उन गिरे बंडलों को उठाने में परेशानी होती होगी ना? उन बंडलों को उठाने में क्या तुम मेरी मदद कर सकते हो? इसके बदले में मैं तुम्हें कुछ रुपए दूंगा। हाँ, मैं तैयार हूँ। उन रुपयों से मैं अब्बा की मदद भी कर पाऊंगा, अब्दुल ने कहा। अब्दुल अब रोज स्टेशन से अखबार के बंडल इकट्ठे करने और बेचने में चचेरे भाई की मदद करता। जल्द ही वह दिन आया जो अब्दुल के लिए बाकी दिनों से अलग और खास था। चचेरे भाई ने अब्दुल को बुलाया और उसे उसकी पहली तनख्वाह दी। तनख्वाह लेकर जब अब्दुल अपने अब्बा के पास गया तो वह बहुत खुश हुए। उन्होंने अब्दुल की मेहनत और ईमानदारी की तारीफ की। साथ ही काम करने की चिंता ना करते हुए अपना सारा ध्यान पढ़ाई पर लगाने के लिए कहा। इस बालक का पूरा नाम था अब्दुल फकीर जैनुल आबदीन अब्दुल कलाम। यही बालक आगे चलकर भारत के महान वैज्ञानिक और 11वां राष्ट्रपति बने।